ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു കപ്പ് പച്ചരിയും ചോറും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. അതിനായി ഒരു കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വാർത്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറും 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിയെടുത്ത അതേ അളവിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് വെള്ളമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഉടനെ തന്നെ നമുക്കിതുപോലെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാനിവിടെ ടോട്ടൽ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിനും താഴെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇതുപോലെ സോസ് പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം ഒരു ചെറിയ സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഇതുപോലെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഫുള്ളായിട്ടും ഒഴിച്ചതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 25 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് കുക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുക്കായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സോട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. എന്നാൽ നമുക്ക്